ഹലോ ഗായ്സ്. പിന്നെ എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ ഈ കുഴപ്പമില്ലാത്ത രീതിയിലിരിക്കുന്നു. കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ സ്ഥിരം പറയുന്ന പോലെ നല്ല മടി പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ 2-3 ഡ്രാമാസ് ഒന്ന് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ എപ്പിസോഡ് എന്തായിരിക്കും? ട്രോമയാണോ ഡ്രാമയാണോ എന്നറിയാനുള്ളൊരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി കാരണം അതും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് കൂടി ചെയ്ത് തരാമല്ലോ എന്ന് വെച്ചിട്ടാണ് കുറച്ച് ദിവസം വൈകിയത്. അപ്പം ഞാനെന്ന് പറയാൻ പോകുന്നത് ഗുഡ് ബോയ് എന്ന് പറഞ്ഞ ഡ്രാമേനെ പറ്റിയിട്ടാണ്. ഈ ഡ്രാമ ഒരു ആക്ഷൻ കോമഡി ഡ്രാമ എന്ന് പറയാം. ഈ ഡ്രാമയിൽ 16 എപ്പിസോഡാണുള്ളത്. ഈ ഡ്രാമ പ്രൈമിൽ അവൈലബിൾ ആണ്. 16 എപ്പിസോഡും വന്നു കഴിഞ്ഞു. അത് കാരണം കൊണ്ട് എൻ്റെ പോലെ ക്ഷമയില്ലാത്ത ആൾക്കാർക്കൊക്കെ വേഗം പോയി കാണാൻ പറ്റും. എടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രാമ ഒരു ഹാപ്പി എൻഡിങ് ആണ്. അത് കാരണം കൊണ്ട് ആരും ടെൻഷൻ അടിച്ച് കാണാതിരിക്കേണ്ട. ഈ ഡ്രാമ ഹാപ്പി എൻഡിങ് ആയതുകൊണ്ട് ഡ്രാമ ഫാൻസിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എൻഡിങ് ആണ് ഈ ഡ്രാമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഡ്രാമയുടെ ഹീറോ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാക് ബോഗമാണ്. അതായത് നമ്മുടെ വെൻ ലൈഫ് ഈസ് ടാഞ്ചർനെസ്സിലെ ഹീറോ ആണ് ഇതിൻ്റെ ഹീറോ ആയിട്ട് വരുന്നത്. ഹീറോയിൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലവ് അലാമിലെ ഹീറോയിൻ ഇല്ലേ, ആ ഹീറോയിനാണ്. കിം സോഹ്യൂനാണ് ഇതിലെ ഹീറോയിനായിട്ട് വരുന്നത്. ഇവർ രണ്ടുപേരും കെമിസ്ട്രി അടിപൊളിയാണ്. പിന്നെ ഈ ഡ്രാമയിൽ മെയിനായിട്ട് 5 ക്യാരക്ടേഴ്സാണ് വരുന്നത്. ഈ 5 ക്യാരക്ടേഴ്സും അവരുടെ ചെറുപ്പ സമയത്ത് ഒളിമ്പിക്സിൽ പങ്കെടുത്തവരാണ്. ഒളിമ്പിക്സ് കാലഘട്ടം കഴിഞ്ഞ് പിന്നെ അവർ ലൈഫിലേക്ക് വരുമ്പോൾ അവർക്ക് അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ വരുന്ന ഒരു സിറ്റുവേഷൻ വരാണ്. അതായത് ഒരു പോലീസ് സ്റ്റേഷനും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ ആയിട്ട് ആ ടീമിൽ ഇവർ 5 പേരും വരുമ്പോൾ ആ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഇവരുടേതായ കഴിവ് പുറത്തെടുക്കുമ്പോൾ ഉണ്ടാവുന്ന അവരൊരു സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ലൈഫ് പോണ രീതിയാണ് മെയിനായിട്ട് ഈ ഡ്രാമയിൽ കാണിച്ചിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഡ്രാമ ഒരു ഫുള്ളി എല്ലാ തരം ഡ്രാമ ഫാൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ഒരു 5 എപ്പിസോഡ് ഭയങ്കര അടിപൊളിയായിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ ഒരു 6ാമത്തെ എപ്പിസോഡ് തൊട്ട് കുറച്ച് എപ്പിസോഡ് ചെറിയ രീതിയിലുള്ള ലാഗൊക്കെ ഉണ്ട്. അതായത് വന്ന അതേ പോർഷനിലേക്ക് തന്നെ വരിക അങ്ങനെയായിട്ട് നമുക്ക് ചെറിയ രീതിയിൽ നമുക്കൊരു ടെൻഷനൊക്കെ വരും. ഇതൊരു ട്രോമയായി പോവുമോ എന്നുള്ള ടെൻഷനൊക്കെ വരും. ലാസ്റ്റ് എപ്പിസോഡ്സിലേക്കൊക്കെ എത്തുമ്പോൾ ഭയങ്കര കുഴപ്പമില്ലാത്ത രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യണ ഒരു ഡ്രാമയാണ്. എൻ്റെ ഒരു റേറ്റിംഗ് പറയാന്ന് വെച്ചാൽ 10-ലൊരു 8 ഒക്കെ കൊടുക്കാം. അത്രേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ലാഗ് വന്ന കാരണം ചെറിയ രീതിയിൽ ഞാൻ ഫോർവേഡ് അടിച്ചിട്ടൊക്കെയാണ് ചില സീൻസൊക്കെ ഞാൻ കണ്ടത്. പക്ഷേ നമുക്ക് വെൻ ലൈഫ് ഈസ് ടാഞ്ചർനെസ്സിൽ കണ്ടിട്ട് നമ്മുടെ ഹീറോനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അവരുടെ ലൈഫ് പോണ രീതി കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടവും ചില സമയത്ത് ഭയങ്കര വിഷമം തോന്നും. അയ്യോ എന്ത് പറ്റുമോ എന്നൊക്കെയുള്ള ചെറിയ വിഷമമൊക്കെ തോന്നും. പക്ഷെ എന്നാലും നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എൻഡിങ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഡ്രാമയിൽ മെയിനായിട്ട് ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ 2 ക്യാരക്ടറിനെ അല്ല എടുത്ത് കാണിച്ചിട്ടുള്ളത്. ഈ മെയിൻ ലീഡിൽ വരുന്ന 5 ക്യാരക്ടേഴ്സിനെയും നല്ല അടിപൊളിയായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അവരുടെ ഫാമിലി, അവരുടേതായ ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ കോമഡിയൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കോമഡി ആക്ഷൻ ഡ്രാമ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ പറഞ്ഞ പോലെ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഈ ഡ്രാമ പ്രൈമിൽ അവൈലബിൾ ആണ്. അപ്പോൾ നേരെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പോയി കണ്ടോ കേട്ടോ. ബൈ.